അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദ ഇന്ത്യൻ ഡെസേർട്ട് ആണ്. അപ്പോ about this, the Indian desert lies towards the western margins of Aravalli Hills. Indian desert ലൈ ചെയ്യുന്നത് എവിടെയാന്ന് പറയുന്നത് മക്കളെ, ദ വെസ്റ്റേൺ മാർജിൻസ് ഓഫ് ആരവല്ലി ഹിൽസ് അല്ലെ. ആരവല്ലി ഹിൽസിന്റെ വെസ്റ്റേൺ മാർജിൻസിലാണ് എന്ത് ഫോം ചെയ്തത്? ഇന്ത്യൻ ഡെസേർട്ട് ഫോം ചെയ്തത് അല്ലെ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് an undulating sandy plain covered with sand dunes അല്ലെ. സാൻഡ് ഡ്യൂൺസ് എന്ന് വെച്ചാൽ ഫുൾ എന്താണ്, മരുഭൂമിയിൽ നമുക്ക് കാണാം അല്ലെ, പലതരത്തിലുള്ള സാൻഡ് ഡ്യൂൺസ് ഉണ്ടാവും അല്ലെ. എങ്ങനെ പൊങ്ങിയെടുക്കുന്ന സാൻഡ് ഡ്യൂൺസ് അറിയില്ലേ നിങ്ങൾക്ക്? നമ്മള് കൊടക്കല്ല് കണ്ടിട്ടില്ലേ? ആ ഒരു ഷേപ്പിലല്ല, മറ്റൊരു ആർച്ച് ഷേപ്പിലൊക്കെ ഉണ്ടാവും. കുറെ ഇതിൽ ഇങ്ങനെ എന്താ, ബീച്ച് പോകുമ്പോ അതിന്റെ ഒരു ഷേപ്പ് കണ്ടിട്ടില്ലേ? അതുപോലെ ഇറ്റ് ഈസ് an undulating sandy plain covered with sand dunes. അതേ തന്നെ ആ ഒരു മരുഭൂമിയിലുള്ള ഏരിയാസ് കുറച്ചിങ്ങനെ താന്നും ഇതായിട്ട് പല ഒരു ഷേപ്പിൽ അത് കിടക്കില്ലേ, ആ ഒരു ദിനം പറയുന്നതാണ് കേട്ടോ. ആൻഡ് ദിസ് റീജിയൻ റിസീവ്സ് വെരി ലോ റെയിൻഫോൾ ബിലോ 150 millimeter per year. എന്ന് വെച്ചാൽ സാൻഡി ഡെസേർട്ട് നിങ്ങൾക്ക് അറിയാലേ, ഈ ഡെസേർട്ടിലൊക്കെ എന്ന് വെച്ചാൽ മഴ കുറവായിരിക്കും അല്ലെ. മഴ അത്ര ലഭിക്കുവോ? ഇല്ല അല്ലെ. ഓക്കെ, അപ്പൊ എത്രയാണ്? ഇറ്റ് ഇസ് ബിലോ 150 millimeter per year. കുറവായിരിക്കും മഴ അവിടെ ലഭിക്കുന്നത് കേട്ടോ. ആൻഡ് ഇറ്റ് ഹാസ് arid climate with a low vegetation cover. അവിടെ ഡെസേർട്ടിൽ ആരെങ്കിലും ഇങ്ങനെ കൃഷി ഇറക്കുവോ? കൃഷിയൊക്കെ അവിടെ ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ ഒരു ഡെസേർട്ട് ഏരിയയിൽ? ഇല്ല അല്ലെ. അതിനൊന്നും ഫേവറബിൾ ആയിട്ടൊരു ക്ലൈമറ്റ് അല്ല ഡെസേർട്ടിൽ അല്ലെ. അപ്പൊ ഓർക്ക് ദ ഇന്ത്യൻ ഡെസേർട്ട് ലൈസ് ടുവേർഡ്സ്, എവിടെയാണ് അത് ലൈ ചെയ്യുന്നത്? ഇൻ ദ വെസ്റ്റേൺ മാർജിൻസ് ഓഫ് ആരവല്ലി ഹിൽസ്. ആരവല്ലി ഹിൽസിന്റെ വെസ്റ്റേൺ സൈഡിലാണ് ഇന്ത്യൻ ഡെസേർട്ട് സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർക്കുക. ആൻഡ് ഇറ്റ് ഈസ് an undulating sandy plain covered with sand dunes അല്ലെ. ഇതെന്ന് പറഞ്ഞാല് സാൻഡി പ്ലെയിൻ ആണ് അല്ലെ. ഇറ്റ് ഈസ് ലൈക്ക് കവേർഡ് വിത്ത് സാൻഡ് ഡ്യൂൺസ്. സാൻഡ് ഡ്യൂൺസുമായിട്ട് കവേർഡ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ റീജിയൻ. ഈ ഒരു ഇന്ത്യൻ ഡെസേർട്ട് ഡെസേർട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് റിസീവ്സ് വെരി ലോ റെയിൻഫോൾ ഇല്ലേ. അത്ര റെയിൻഫോൾ ഒന്നും അവിടെ കിട്ടില്ല. ബിലോ 150 millimeter per year. അത്ര ഉണ്ടാവുള്ളൂ വർഷത്തിൽ തന്നെ. ഇറ്റ് ഹാസ് എ റീഡ് ഓഫ് ക്ലൈമറ്റ് വിത്ത് ലോ വെജിറ്റേഷൻ കവർ അല്ലെ. എന്ന് വെച്ചാൽ ആ ക്ലൈമറ്റിനനുസരിച്ച് അവിടെ എന്തും ഉണ്ടാകാൻ പറ്റില്ല, കൃഷി അങ്ങനെയുള്ളതൊന്നും അവിടെ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ബിലോ 150 millimeter per ഇയറിൽ അത്ര മില്ലിമീറ്റർ റെയിൻഫോളോ അവിടെ കിട്ടുള്ളൂ അല്ലെ. ആ ഒരു ടൈമിൽ മാത്രമേ അവിടെയുള്ള അരുവികൾ സ്ട്രീംസ് അപ്പിയർ ഡ്യൂറിങ് ദ റെയിനി സീസൺ. ആ ഒരു അല്ലാത്തപ്പോ ചൂടുള്ള കാലഘട്ടത്തിലൊന്നും അവിടെ ഫുള്ള് വറ്റിക്കിടക്കുകയായിരിക്കും. ഓക്കെ, പക്ഷെ മഴ പെയ്യുമ്പോൾ മാത്രമേ ആ സ്ട്രീംസ് ഒക്കെ കാണപ്പെടൂ എന്നാണ് പറയുന്നത് കേട്ടോ മക്കളെ. ആൻഡ് സ്ട്രീംസ് അപ്പിയർ ഡ്യൂറിങ് ദ റെയിനി സീസൺ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. And next one, the Luni is the only large river in this region. അവിടെയുള്ള ഒരേ ഒരു ലാർജ് റിവർ എന്ന് പറയുന്ന ഡെസേർട്ടിലുള്ള ഒരേ ഒരു ലാർജ് റിവർ, വലിയ നദി എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? ഇറ്റ് ഈസ് ലൂണി ആണ് അല്ലെ. ലൂണിയാണ് അവിടെ കാണപ്പെടുന്ന ലാർജ് റിവർ, വൺ ഓഫ് ഓൺലി ലാർജ് റിവർ. ഓക്കെ, നെക്സ്റ്റ് വൺ, the Barchans, the crescent ഷേപ്ഡ് ഡ്യൂൺസ് അല്ലെ. ക്രസന്റ് ഷേപ്ഡ് ആയിട്ടുള്ള ഡ്യൂൺസിനെയാണ് നമ്മൾ ബാർച്ചൻസ് എന്ന് പറയുന്നത് കേട്ടോ. ദാറ്റ്സ് കവർ ലാർജർ ഏരിയ. ഈ ഒരു ഡെസേർട്ടിന്റെ ലാർജർ ഏരിയനെ കവർ ചെയ്യുന്നത് എന്താണ് മക്കളെ? ബാർച്ചൻസ് ആണ് അല്ലെ. ബട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ഡ്യൂൺസ് ബിക്കം മോർ പ്രൊമിനന്റ് നിയർ ദ ഇൻഡോ പാകിസ്ഥാൻ ബൗണ്ടറി അല്ലെ. ബാർച്ചൻസ് എന്ന് പറയുന്ന ഡ്യൂൺസ് കവർ ചെയ്യുന്ന ലാർജർ ഏരിയ എന്ന് പറഞ്ഞു അല്ലെ. ബട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ഡ്യൂൺസ് എന്ന് പറയുന്ന വേറൊരു ഡ്യൂൺസ് പ്രൊമിനന്റ് ആവുന്നത്, കൂടുതലായിട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? നിയർ ദ ഇൻഡോ പാകിസ്ഥാൻ ബൗണ്ടറിന്റെ അടുത്തായിട്ടാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡ്യൂൺസ് മെയിൻ ആയിട്ട് പ്രൊമിനന്റ് ആയിട്ട് നമുക്ക് കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു സ്ട്രീംസ് അപ്പിയർ ഡ്യൂറിങ് ദ റെയിനി സീസൺ അല്ലെ. റെയിനി സീസണിൽ മാത്രമേ അവിടെ സ്ട്രീംസ് കാണപ്പെടുള്ളൂ, അരുവികൾ കാണപ്പെടുള്ളൂ. പിന്നെ അവിടെ ഡെസേർട്ടിൽ കാണപ്പെടുന്ന ഒരേ ഒരു നദി എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? ലൂണിയാണ് അല്ലെ. ആൻഡ് ഒരു ക്രസന്റ് ഷേപ്ഡ് ഡ്യൂൺ ഉണ്ട് ദാറ്റ് കവർ ദ ലാർജർ ഏരിയ ഓഫ് ഡെസേർട്ട്. ഏതാണ് അതിന്റെ പേര് മക്കളെ? ഇറ്റ് ഇസ് ബാർച്ചൻസ് ആണ് അല്ലെ. ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡ്യൂൺസും ഉണ്ട് അവിടെ. ആ ലോഞ്ചിറ്റ്യൂഡിനൽ ഡ്യൂൺസ് കൂടുതലായിട്ട് എവിടെയാണ് കാണപ്പെടുക? ഇറ്റ് ഈസ് ഇൻ ദ നിയർ ദ ഇൻഡോ പാകിസ്ഥാൻ ബൗണ്ടറിയുടെ അടുത്താണല്ലേ കാണപ്പെടുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്?
കോസ്റ്റൽ പ്ലെയിൻസ് ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം കോസ്റ്റൽ പ്ലെയിൻസ് എന്താന്നുള്ളത് അല്ലെ. കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? കടൽ തീര പ്രദേശങ്ങളാണ് അല്ലെ. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞാലോ? ഓക്കെ. The Peninsula Plateau is flanked by the stretch of narrow coastal strips running along the Arabian Sea on the west and Bay of Bengal on the east. അല്ലേ? എപ്പോഴും ഈ ഒരു കോസ്റ്റൽ ഇതിന്റെ പറയുമ്പോൾ നമ്മൾ കാലാവസ്ഥ നിരീക്ഷണം എപ്പോഴും കണക്ട് ചെയ്ത് പറയുന്നതാണ് അറബിക്കടലിന്റെ അതേമാതിരി ബംഗാൾ ന്യൂനമർദ്ദം അങ്ങനെയൊക്കെ അല്ലെ. അറബിക്കടൽ അതിന്റെ ഒക്കെ നിരീക്ഷിച്ചിട്ടാണ് ഓരോ ഫ്ലഡിന്റെയും ഓരോ ഇതിന്റെയൊക്കെ അവർ നിരീക്ഷിച്ച് പറയാം. മഴ അല്ലെ ഇത്രയും മഴ ഈ ഒരു ദിവസങ്ങളിൽ ലഭിക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയാം അല്ലെ. അപ്പോ പെനിൻസുല പ്ലാറ്റ്യൂ ഇസ് ഫ്ലാങ്ക്ഡ് ബൈ ദ സ്ട്രെച്ച് ഓഫ് നാരോ കോസ്റ്റൽ സ്ട്രിപ്സ് അല്ലെ. ഇത്രയും നാരോ കോസ്റ്റൽ സ്ട്രിപ്സും ഈ ഒരു പെനിൻസുല പ്ലാറ്റ്യൂവിൽ ഇൻക്ലൂഡഡ് ആണ് അല്ലെ. ഇറ്റ് ഇസ് റണ്ണിങ് അലോങ് ദ അറേബ്യൻ സീ. അറേബ്യൻ സീ എവിടെയാണ്? ഇറ്റ് ഇസ് ഓൺ ദ വെസ്റ്റ് സൈഡ് ആണ്. ബേ ഓഫ് ബംഗാൾ ഓൺ ദ ഈസ്റ്റ് സൈഡ് ആണ് ഓർക്കുക. ആൻഡ് ദ വെസ്റ്റേൺ കോസ്റ്റ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ദ വെസ്റ്റേൺ ഗഡ്സ് ആണെന്ന് ഓർക്കുക. വെസ്റ്റേൺ കോസ്റ്റ് അത് നിലനിൽക്കുന്ന എന്തുമായിട്ട് ടച്ച് ചെയ്തിട്ടാണ്? വെസ്റ്റേൺ ഗഡ്സുമായിട്ട് ടച്ച് ചെയ്തിട്ടാണ് ഓർക്കുക. ആൻഡ് അറേബ്യൻ സീ ഇസ് എ നാരോ പ്ലെയിൻ. അറേബ്യൻ സീ എന്താണ്? ഒരു നാരോ പ്ലെയിൻ ആണെന്ന് ഓർക്കുക. വെസ്റ്റേൺ കോസ്റ്റ് ഈസ് ഇൻ ടച്ച് വിത്ത് വെസ്റ്റേൺ ഗഡ്സ് ആൻഡ് അറേബ്യൻ സീ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഒരു നാരോ പ്ലെയിൻ ആണെന്ന് ഓർക്കുക. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 sections. ഈ ഒരു കോസ്റ്റൽ പ്ലെയിൻ 3 സെക്ഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഏതൊക്കെയാണ് സെക്ഷൻസ് എന്ന് നോക്കിയാലോ? ഓക്കെ. ആൻഡ് ദ നോർത്തേൺ പാർട്ട് ഓഫ് ദ കോസ്റ്റ് ഈസ് കോൾഡ് ദ കൊങ്കൺ. മുംബൈ ഗോവ ഏരിയ ആണ്. ഓക്കെ. ഈ ഒരു കോസ്റ്റൽ പ്ലെയിന്റെ നോർത്തേൺ ഭാഗത്തിനെ വിളിക്കുന്ന പേരെന്താണ് മക്കളെ? ഇറ്റ് ഈസ് കൊങ്കൺ എന്ന. കൊങ്കൺ റീവ് അങ്ങനെയൊക്കെ കേട്ടില്ലേ? കൊങ്കൺ എന്നൊരു പാർട്ട്. അത് ആ ഒരു പാർട്ടില് ഏതൊക്കെ റീജിയൻസ് ആണ് കവർ ചെയ്യുന്നത്? മുംബൈ തൊട്ട് ഗോവ വരെയുള്ള റീജിയൻസ് ആണ് അല്ലെ കവർ ചെയ്യുന്നത്. കൊങ്കൺ, മുംബൈ ടു ഗോവ. അതിന്റെ സെൻട്രൽ ഭാഗം, ദ സെൻട്രൽ സ്ട്രെച്ച് ഇസ് കോൾഡ് കാനാഡ് പ്ലെയിൻ, വൈൽ ദ സദേൺ stretch is referred to as മലബാർ കോസ്റ്റ് അല്ലെ. അപ്പൊ ആലോചിക്കാം, ഇതിന്റെ കോസ്റ്റൽ പ്ലെയിനെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് മക്കളെ. ഫസ്റ്റ് വൺ കൊങ്കൺ ആണ്. നോർത്തേൺ പാർട്ട് ഓഫ് കോസ്റ്റ് ഈസ് കോൾഡ് കൊങ്കൺ. ഓക്കെ. ആ ഒരു കൊങ്കൺ എന്ന് പറയുന്നത് കവർ ചെയ്യുന്ന റീജിയൻസ് ഏതൊക്കെയാ മക്കളെ? ഇറ്റ് ഇസ് മുംബൈ ടു ഗോവ എന്ന് ഓർക്കുക. അതിന്റെ സെൻട്രൽ സ്ട്രെച്ച് അല്ലെ, സെൻട്രൽ ആയിട്ട് മിഡിൽ സ്ട്രെച്ച് എവിടെയാണ്? കാനാഡ് പ്ലെയിൻ ആണ്. അതിന്റെ സദേൺ സ്ട്രെച്ച് കവർ ചെയ്യുന്നത് എവിടെയാണ് മക്കളെ? ഇറ്റ് ഈസ് ഇൻ മലബാർ കോസ്റ്റ് ആണ് അല്ലെ. അപ്പോ okay, and the coastal plain that along the Bay of Bengal are wide and level ആണെന്നാ പറയുന്നത് അല്ലെ. ബേ ഓഫ് ബംഗാൾ ഉള്ള കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റൽ പ്ലെയിൻ ആണ് ബേ ഓഫ് ബംഗാളിനുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ. ആൻഡ് ഇൻ ദ നോർത്തേൺ പാർട്ട് ഇറ്റ് ഈസ് referred to as the northern Sircar. ഓക്കെ. നോർത്തേൺ പാർട്ടിൽ അതിനെ പറയുന്ന വേറൊരു പേരെന്ന് പറയുന്നത് എന്താണ് മക്കളെ? നോർത്തേൺ സിർക്കാർ എന്നാണ്. വൈൽ ദ സദേൺ പാർട്ടിന് എന്താണ് പറയുന്ന പേര്? ഇറ്റ് ഈസ് കോറോമണ്ടൽ. ഇറ്റ് ഈസ് കോറോമണ്ടൽ കോസ്റ്റ് എന്നാണ് പറയുന്നത്. കോറോമണ്ടൽ കോസ്റ്റ് എന്നാണ് സദേൺ പാർട്ടിനെ പറയുന്നത്. ആൻഡ് ദ ലാർജ് rivers such as the Mahanadi, the Godavari, the Krishna and the Kaveri have formed extensive delta on this coast എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു കോസ്റ്റിന്റെ നോർത്തേൺ പാർട്ട് എന്ന് പറയുന്നത് കൊങ്കൺ എന്നാണ് പറയുന്നത്. സെൻട്രൽ സ്ട്രെച്ച് ഇസ് കാനാഡ് പ്ലെയിൻ ആൻഡ് ദ സദേൺ കോസ്റ്റ് സദേൺ സ്ട്രെച്ച് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മലബാർ കോസ്റ്റ് ആണ് അല്ലെ. ആൻഡ് ദ പ്ലെയിൻ അലോങ് ദ ബേ ഓഫ് ബംഗാൾ. ബേ ഓഫ് ബംഗാളിലുള്ള കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത് വെരി വൈഡ് ആണ് അല്ലെ, വളരെ വൈഡ് ആയിട്ടുള്ള ഇതാണ്. അപ്പൊ ഈ ഒരു നോർത്തേൺ പാർട്ടിന് പറയുന്ന വേറൊരു പേര് എന്ന് പറയുന്നത് നോർത്തേൺ സിർക്കാർ എന്നാണ്. ആൻഡ് what about the southern part is known as Coromandel. It is Coromandel coast. And ഈ ഒരു അതുപോലെ തന്നെ ലാർജ് റിവേഴ്സ് ആയിട്ടുള്ള കുറെ ഇവിടെ എക്സ്റ്റെൻസീവ് ഡെൽറ്റ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. എന്തൊക്കെയാണ്? ഏതൊക്കെ റിവേഴ്സ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് മഹാനദി ആൻഡ് ഗോദാവരി ഇസ് ദേർ ആൻഡ് കൃഷ്ണ ആൻഡ് കാവേരി. ഇത്രയും റിവേഴ്സ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു ഫോം ഡെൽറ്റ ഓൺ ദിസ് കോസ്റ്റ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ.
ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഐലൻഡ്സ് ആണ് അല്ലെ. ഓക്കെ, ഐലൻഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ലൊക്കേറ്റ് ദ ലക്ഷദ്വീപ് ഐലൻഡ്സ് ഗ്രൂപ്പ് lying close to the Malabar coast of Kerala. അപ്പൊ ആലോചിക്കുക, ലക്ഷദ്വീപ് ഐലൻഡ് ലക്ഷദ്വീപ് ഐലൻഡ് ഗ്രൂപ്പ് ലൈ ചെയ്യുന്നത് എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്? മലബാർ കോസ്റ്റുമായിട്ട് അല്ലെ. ലക്ഷദ്വീപ് ഐലൻഡ് ലൈ ചെയ്യുന്നത് ഇറ്റ് ഇസ് ലൈങ് ക്ലോസ് ടു മലബാർ കോസ്റ്റ് ഓഫ് കേരള. ഓക്കെ, and this group of islands is composed of small coral islands. അല്ലെ, small coral islands ആണ്. ഓക്കെ, ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് എന്ന് പറയുമ്പോൾ കുറെ സ്മോൾ ആയിട്ടുള്ള ചെറിയ കോറൽ ഐലൻഡ്സ് കൺസിസ്റ്റഡ് ആയിട്ടുള്ളതാണ് എന്നതാണ് പറയുന്നത്. ഓക്കെ, ഏലിയർ ദേ വർ നോൺ ആസ് ലാക്കഡൈവ്, മിനിക്കോയ് ആൻഡ് എമിൻഡൈവ് എന്നാണ് അതിനെ പറഞ്ഞത് അല്ലെ. ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിന് നമ്മൾ പറയുന്ന പേര് എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്മോൾ കോറൽ ഐലൻഡ്സ് എന്നായിരുന്നു പണ്ട് വിളിച്ചിരുന്നത്. പിന്നെ അത് പിന്നെ അതിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? പണ്ട് കാലങ്ങളിൽ അതിനെ വിളിച്ചിരുന്നത് എന്തൊക്കെയായിരുന്നു? ലാക്കഡൈവ്, മിനിക്കോയ് ആൻഡ് എമിൻഡൈവ് എന്നായിരുന്നു. അങ്ങനെ ഈ ഒരു ഐലൻഡ്സിലെ ആദ്യകാലങ്ങൾ സ്മോൾ കോറൽ ഐലൻഡ്സ് എന്നും പിന്നെ ലാക്കിഡൈവ്, മിനിക്കോയ്, എമിൻഡൈവ് എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് അല്ലെ. ഐലൻഡ്സിന്റെ പേര് ഇങ്ങനെയായിരുന്നു ഇട്ടിരുന്നത്. പിന്നെ 1973 അതിന് മറ്റൊരു പേര് നൽകിയത്. എന്തായിരുന്നു അതിന്റെ പേര്? ഇറ്റ് ഈസ് നെയിംഡ് ആസ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് എന്ന പേര് നൽകിയെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ലക്ഷദ്വീപ് എന്നത് ഐലൻഡ് കവേഴ്സ് സ്മോൾ ഏരിയ ഓഫ് 32 സ്ക്വയർ കിലോമീറ്റർ. ആ ഒരു ലക്ഷദ്വീപ് എന്ന ഐലൻഡ് കവർ ചെയ്യുന്ന എത്ര ഏരിയ ആണ് കവർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് 32 സ്ക്വയർ കിലോമീറ്റർ ആണ് അല്ലെ. ഓക്കെ, ആൻഡ് കാവരാത്തി ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ലക്ഷദ്വീപ്. ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ ഓഫ് ലക്ഷദ്വീപ് is the administrative headquarters of ലക്ഷദ്വീപ്. ലക്ഷദ്വീപിന്റെ എല്ലാ റൂൾസും എല്ലാവിധ ആക്ഷൻസും എല്ലാ ലോസും ഒക്കെ ഇതാക്കുന്നത് ഏതാണ്? കാവരാത്തി ഐലൻഡ് ആണ് അല്ലെ. And this island group has great diversity of flora and fauna. ഈ ഒരു ലക്ഷദ്വീപ് ഐലൻഡ് എന്ന് പറയുന്ന പല ടൈപ്സ് ഓഫ് ഫ്ലോറ അല്ലെ, പല ടൈപ്പ് ഓഫ് ആനിമൽസും പ്ലാന്റ്സും അടങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് അട്രാക്ഷനും കൂടിയാണ് ഏത് ഏരിയ? ലക്ഷദ്വീപ് എന്ന് പറയുന്നത് അല്ലെ. ആൻഡ് the Piti Island, which is uninhabited, has a bird sanctuary. അല്ലെ. ആൻഡ് ദ പിറ്റി ഐലൻഡ് എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു ഐലൻഡ്, വേറൊരു ഐലൻഡ് ആണ് അല്ലെ. പിറ്റി ഐലൻഡ് എന്ന ഐലൻഡിൽ കൂടുതലായിട്ട് എന്താണ്? ഒരു ബേർഡ് സാങ്ച്വറി ഏരിയ ആണ് ദ പിറ്റി ഐലൻഡ്. ഓക്കെ, അപ്പൊ ആലോചിക്കുക, നമ്മുടെ ലക്ഷദ്വീപ് എന്ന് പറയുന്ന കവർ ചെയ്യുന്ന ഏരിയ എന്താണ്? 32 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ആണ് കവർ ചെയ്യുന്നത്. കാവരത്തി ഐലൻഡ് is the administrative headquarter of ലക്ഷദ്വീപ്. ലക്ഷദ്വീപിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന കാവരത്തി ഐലൻഡ് ആണ്, the capital city. And this island group has great diversity. ഈ ഒരു ഐലൻഡില്, ലക്ഷദ്വീപ് ഐലൻഡില് പല ടൈപ്സ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ അടങ്ങിയിട്ടുണ്ട് എന്നാ പറയുന്നത്. ആൻഡ് ദ പിറ്റി ഐലൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഓഫ് ബേർഡ് സാങ്ച്വറി ഏരിയ ആണ് പിറ്റി ഐലൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, and the elongated chain of islands located in the Bay of Bengal extending from north to south. ഈ ഒരു ഐലൻഡിന്റെ എലോങ്ങേറ്റഡ് ചെയിൻ ലൈ ചെയ്യുന്നത് എവിടെയാണ് മക്കളെ? ബേ ഓഫ് ബംഗാൾ ആണ് അല്ലെ. ഏത് ഡയറക്ഷനിലാണ്? നോർത്ത് ടു ഈസ്റ്റ് ഡയറക്ഷനിലാണ്. ദിസ് ആർ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ആണ് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത്? ബേ ഓഫ് ബംഗാളില് locate ചെയ്യുന്നത് from north to south direction. Okay, they are bigger size and are more numerous and scattered അല്ലെ. എന്ന് പറയുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് എന്ന് പറയുന്നത് ബിഗർ സൈസ് ആണ് അല്ലെ. വളരെ വലിയ സൈസിലുള്ള വലിയ ഇതിലുള്ള വ്യാപിച്ചു കിടക്കുന്ന ഒരു ഐലൻഡ് ആണ് അല്ലെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. എവിടെയാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ഇൻ ബേ ഓഫ് ബംഗാൾ അല്ലെ. ബേ ഓഫ് ബംഗാൾ ആണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ലൊക്കേറ്റ് ചെയ്തത്. ആൻഡ് ദേ ആർ ബിഗർ ഇൻ സൈസ് അല്ലെ. ആൻഡമാൻ ആൻഡ് നിക്കോബാർ എന്ന് പറയുന്ന ലക്ഷദ്വീപിനെക്കാളും ബിഗർ ഇൻ സൈസ് ആണ്. ആൻഡ് ന്യൂമറസ് ആൻഡ് സ്കാറ്റേർഡ്. ഓക്കെ, ആൻഡ് ആർ മോർ ന്യൂമറസ് ആൻഡ് സ്കാറ്റേർഡ് ആണ്. അത്ര കാര്യങ്ങളാണ് നമ്മൾ ഇതില് പറയുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ ഓടിച്ചു പോയത്? ഓക്കെ,
ഡെസേർട്ടിന്റെ പറഞ്ഞു അല്ലെ, ഇന്ത്യൻ ഡെസേർട്ടിന്റെ കാര്യം പറയുമ്പോൾ ഇന്ത്യൻ ഡെസേർട്ട് എവിടെയാണ് അത് സിറ്റുവേറ്റ് ചെയ്തത്? ഇറ്റ് ഈസ് ഇൻ ദ വെസ്റ്റേൺ മാർജിൻ ഓഫ് ആരവല്ലി ഹിൽസ് അല്ലെ. ആരവല്ലി ഹിൽസിന്റെ വെസ്റ്റേൺ മാർജിനിലാണ് ഇന്ത്യൻ ഡെസേർട്ട് ഒക്കെ ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് ഇറ്റ് ഈസ് എ സാൻഡി ഏരിയ അല്ലെ, ആൻഡ് ഇറ്റ് ഈസ് എ സാൻഡി പ്ലെയിൻ ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സാൻഡി ഡ്യൂൺസ് എന്നാണ് പറയുന്നത്. എത്ര എന്ന് വെച്ചാൽ എത്ര ഇതിലുള്ള എത്ര മെഷർമെന്റിലുള്ള റെയിൻഫോൾ ആണ് കിട്ടുന്നത് അവിടെ എന്ന് വെച്ചാൽ ഡെസേർട്ട് ഏരിയ നിങ്ങൾക്ക് അറിയാമല്ലോ, ലോ റെയിൻഫോൾ ആണ്. ഇറ്റ് ഇസ് ബിലോ 150 millimeter ആയിരിക്കും റെയിന് വർഷത്തിൽ കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ ലോ വെജിറ്റേഷൻ ആയിരിക്കും അല്ലെ, ലോ വെജിറ്റേഷൻ ആയിരിക്കും ലഭിക്കുക. സ്ട്രീംസ് അപ്പിയർ ഡ്യൂറിംഗ് ദ റെയിനി സീസൺ അല്ലെ, റെയിനി സീസണിൽ മാത്രമേ അവിടെ സ്ട്രീംസ് ഫോം ചെയ്യുള്ളൂ. ആൻഡ് ലൂനി ഇസ് ഓൺലി ലാർജ് റിവർ ഇൻ ദിസ് റീജിയൻ. ലൂനി എന്ന് പറയുന്ന ഒരു ലാർജ് റിവർ മാത്രമേ ആ ഒരു ഡെസേർട്ട് ഏരിയയിൽ ഉണ്ടാവുള്ളൂ. ആൻഡ് പാർച്ചൻസ് ദ ക്രെസന്റ് ഷേപ്പ് ഡ്യൂൺസ് കവർ ലാർജർ ഏരിയാസ്. അവിടെ ലാർജർ ഏരിയാസ് കവർ ചെയ്യുന്നത് ആ ഒരു ഡെസേർട്ട് ഏരിയയിൽ ലാർജ് ഏരിയ കവർ ചെയ്യുന്ന ഒരു ക്രെസന്റ് ഷേപ്ഡ് ഡ്യൂൺ എന്ന് പറയുന്നത് ബാർച്ചൻസ് ആണെന്ന് ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് പറയുമ്പോൾ എന്തെങ്ങനെയാണ് കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയാ? ഇറ്റ് ഈസ് എ നാരോ കോസ്റ്റൽ ട്രിപ്സ് റണ്ണിങ് അലോങ് ദ അറേബ്യൻ സീ അല്ലെ. ഇതെന്ന് പറയുമ്പോൾ അറേബ്യൻ സീയുമായിട്ട് കണക്ഷൻ, ഓൺ ദ വെസ്റ്റ് സൈഡ് അറേബ്യൻ സീ, ബേ ഓഫ് ബംഗാൾ ഈസ്റ്റ് സൈഡ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് അത് റൺ ചെയ്യുന്നത്, കോസ്റ്റൽ പ്ലെയിൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് അല്ലെ. ഇത് വെസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത് എന്ന് പറയുന്നത്? വെസ്റ്റേൺ കോസ്റ്റൽ ഏരിയ വെസ്റ്റേൺ ഗാഡ്സുമായിട്ടാണ് അല്ലെ. ആൻഡ് ദ അറേബ്യൻ സീ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് എ നാരോ പ്ലെയിൻ ആണെന്ന് പറഞ്ഞു അല്ലെ. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 sections, 3 sections ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സെക്ഷൻ നോക്കുക, നോർത്തേൺ പാർട്ട് ഓഫ് കോസ്റ്റ് ഇസ് കോൾഡ് കൊങ്കൺ എന്ന് പറയുന്ന കോസ്റ്റൽ ഏരിയന്റെ നോർത്തേൺ പാർട്ട് എന്ന് പറയുന്ന കൊങ്കൺ എന്നാണ് അതിന്റെ പേര്. ഏതൊക്കെ റീജിയൻസ് കവർ ചെയ്യുന്നു മക്കളെ? അത് ഇറ്റ് ഈസ് മുംബൈ ടു ഗോവ. ആൻഡ് ദ സെൻട്രൽ സ്ട്രെച്ച് എന്ന് പറയുന്നത് കാനാഡ് പ്ലെയിൻ ആണ്. ആൻഡ് വാട്ട് അബൌട്ട് സദേൺ സ്ട്രെച്ച് എന്ന് പറയുന്നത് മലബാർ കോസ്റ്റ് ആണെന്ന് ഓർക്കുക. ആൻഡ് ദ പ്ലെയിൻ അലോങ് ദ ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് വൈഡ് ആണ് അല്ലെ. ബേ ഓഫ് ബംഗാളിലുള്ള പ്ലെയിൻ എന്ന് പറയുന്നത് ഇസ് വെരി വൈഡ്. ഓക്കെ, അതുപോലെ തന്നെ നോർത്തേൺ പാർട്ടിലുള്ള ഇതിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത് നോർത്തേൺ സിക്കാർ. ആൻഡ് സദേൺ പാർട്ടിനെ പറയുന്നത് ഇറ്റ് ഇസ് കൊറോമാൻസൽ കോസ്റ്റ്. ആൻഡ് ലാർജ് റിവേഴ്സ് ആയിട്ടുള്ള ഏതൊക്കെയാണ് അതിനെ എക്സ്റ്റെൻസീവ് ഡെൽറ്റ ഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന റിവേഴ്സ് ഏതൊക്കെയാണ്? കോസ്റ്റൽ ഏരിയയിൽ എക്സ്റ്റെൻസീവ് ഡെൽറ്റ ഫോം ചെയ്യാൻ സഹായിക്കുന്ന റിവേഴ്സ് ഏതൊക്കെയാ മക്കളെ? നമ്മൾ പറഞ്ഞു മഹാനദി, ഗോദാവരി, കൃഷ്ണ ആൻഡ് കാവേരി, ഇത്രയും നദികളാണെന്ന് പറഞ്ഞു. പിന്നെ ഐലൻഡ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലാസ്റ്റ് വൺ, ഐലൻഡ്സ്. It is the last physical feature of India. It locate the Lakshadweep Islands. ലക്ഷദ്വീപ് ഐലൻഡ് എവിടെ എന്തുമായിട്ട് ക്ലോസ് ആയിട്ടാണ് നിലനിൽക്കുന്നത്? It is lying close to the Malabar coast of Kerala. Lakshadweep Island is lying close to Malabar coast of Kerala എന്ന് ഓർക്കുക. And this group of islands is comprised of, ഈ ഒരു group of islands പണ്ട് കാലങ്ങളിൽ അതിന് സ്മോൾ കോറൽ ഐലൻഡ്സ് എന്നാണ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിന് നമ്മൾ പറയാ, സ്മോൾ കോറൽ ഐലൻഡ്സ് എന്നാണ്. പിന്നെ അതിന് പറയാ പണ്ട് കാലങ്ങളിൽ ലാക്കഡൈവ് ആൻഡ് മിനിക്കോയി ആൻഡ് എമിൻഡൈവ് എന്നൊക്കെ ആയിരുന്നു പറയാറ്. ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിന് നമ്മൾ പറയുന്നത് സ്മോൾ കോറൽ ഐലൻഡ്സ് എന്നാണ് കേട്ടോ, ലക്ഷദ്വീപ് അങ്ങനെയുള്ള ഐലൻഡ്സിനൊക്കെ. പണ്ട് കാലങ്ങളിൽ ഇതിനെ എന്തൊക്കെ പേരിലായിരുന്നു ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് കാണപ്പെട്ടത്? ഇറ്റ് ഈസ് ലാക്കഡൈവ്, മിനിക്കോയ് ആൻഡ് എമിൻഡൈവ്. ഓക്കെ, അതിന്റെ പേരുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കുക കേട്ടോ. ആൻഡ് ഇൻ 1973 this were named as ലക്ഷദ്വീപ്. അങ്ങനെ ഈ ഒരു പേരുകൾ ലാക്കഡൈവ്, മിനിക്കോയ് ആൻഡ് എമിൻഡൈവ് എന്ന പേരുകളെല്ലാം ഒന്നായിട്ട് 1973 അവരൊരു പേരിട്ടു, അതായിരുന്നു എന്ത്? ലക്ഷദ്വീപ്. ഓക്കെ, ആൻഡ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് കവേഴ്സ് എ സ്മോൾ ഏരിയ, ഒരു ചെറിയ ഏരിയ ആണ് കവർ ചെയ്യുന്നത്, 32 square meter അല്ലെ, ആ ഒരു ഏരിയ. ആൻഡ് കാവരത്തി ഐലൻഡ് ഇസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിന്റെ എല്ലാ കാര്യങ്ങളും അവിടെ നിയമവും ഇതൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന അതിന്റെ ക്യാപിറ്റൽ സിറ്റി ആയ കാവരത്തിയാണ്, ഓർക്കുക. ദ ഐലൻഡ് ഗ്രൂപ്പ് ഹാസ് ഗ്രേറ്റ് ഡൈവേഴ്സിറ്റി ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ. പിന്നെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഈ ഒരു ഐലൻഡ് എന്ന് പറയുന്നത്, ലക്ഷദ്വീപ് ഐലൻഡ് എന്ന് പറയുന്നത് എന്താണ്?
ലാർജ് ഗ്രൂപ്പ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ അവിടെ ജീവിക്കുന്നുണ്ട്. പല ടൈപ്സ് ഓഫ് ആനിമൽസ് ആയിക്കോട്ടെ, പല ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ആയിക്കോട്ടെ, എല്ലാം ഇവിടെ തന്നെയാണ് എന്ത് ജീവിക്കുന്നത്, ലീവ് ചെയ്യുന്നത്. ആൻഡ് പിറ്റി ഐലൻഡ് വിച്ച് ഈസ് it is uninhabited, has a bird sanctuary. പിറ്റി ഐലൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഫേമസ് ഫോർ ദ ബേർഡ് സാങ്ച്വറി എന്നാണ് പറയുന്നത്. And next one, last one, the elongated chain of islands located in the Bay of Bengal extending from നോർത്ത് ടു സൗത്ത്. ഏത് ഐലൻഡ് ആണ് ബേ ഓഫ് ബംഗാൾ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐലൻഡ്? ഇറ്റ് ഇസ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് അല്ലെ. ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ദ ബേ ഓഫ് ബംഗാൾ എക്സ്റ്റെൻഡിങ് ഫ്രം അതിന്റെ ഡയറക്ഷൻ നോർത്ത് ടു സൗത്ത് അല്ലെ. ബേ ഓഫ് ബംഗാളിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ലൊക്കേറ്റഡ് ഓഫ് ബേ ഓഫ് ബംഗാൾ ദാറ്റ് ഇസ് എക്സ്റ്റെൻഡിങ് ഫ്രം നോർത്ത് ടു സൗത്ത് ഡയറക്ഷൻ. ആൻഡ് ദേ ആർ ബിഗർ ഇൻ സൈസ് അല്ലെ. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് എന്ന് പറയുന്നത് വളരെ വലുതാണ്, സൈസിൽ വളരെ ബിഗർ ആണ് ലക്ഷദ്വീപിനെക്കാളും. ആൻഡ് it are more numerous and scattered. Okay, it is the important features of നമ്മുടെ ഐലൻഡ്സിന്റെ. ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത് അല്ലെ. നമ്മൾ ഹിമാലയൻ റേഞ്ചസിനെ കുറിച്ച് പറഞ്ഞു, പെനിൻസുല പ്ലാറ്റ്യൂവിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ ഇന്നത്തെ physical features of India. Physical features of India. Okay. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞത്? ഹിമാലയൻ റേഞ്ചേഴ്സ് ആണ് അല്ലെ ഫസ്റ്റ് വണ് പറഞ്ഞത്. ഹിമാലയൻ റേഞ്ചസും. ഹിമാലയൻ റേഞ്ചസ് പറഞ്ഞപ്പോ അതിന്റെ ഡിവിഷൻസും നമ്മൾ പറഞ്ഞു അല്ലെ. ഡിവിഷൻസും പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വണ് നമ്മൾ പറഞ്ഞത് എന്താണ്? പെനിൻസുലാർ പ്ലാറ്റ്യൂ പറഞ്ഞു അല്ലെ. പെനിൻസുലാർ പ്ലാറ്റ്യൂവിനെ കുറിച്ച് പറഞ്ഞോ? ഇല്ലേ? പ്ലാറ്റ്യൂ അതിന്റെ ടൈപ്സ് പറഞ്ഞു അല്ലെ. അതിന്റെ ടൈപ്സ് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അതിന്റെ ടൈപ്സ് പറഞ്ഞത്? ഓർക്കുന്നില്ലേ? സെൻട്രൽ ഹൈലാൻഡ്സ് അല്ലെ. സെൻട്രൽ ഹൈലാൻഡ്സും പിന്നെ പറഞ്ഞ ഡെക്കാൻ പ്ലാറ്റ്യൂ അല്ലെ. ഡെക്കാൻ പ്ലാറ്റ്യൂ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണ്? ഇന്ത്യൻ ഡെസേർട്ട് അല്ലെ. ഡെസേർട്ട്, ഇന്ത്യൻ ഡെസേർട്ടിന്റെ ഇത് അവിടെ എന്താണ്? ലോ ആയിട്ടുള്ള റെയിൻഫോള് അല്ലെ. സാൻഡ് ഡ്യൂൺസിനെ കുറിച്ച് പറഞ്ഞു. ലോ വെജിറ്റേഷൻ അല്ലെ. ലോ വെജിറ്റേഷൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഐലൻഡ്സ് ആണ് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണ്? നെക്സ്റ്റ് ഫിസിക്കൽ ഫീച്ചർ ഓഫ് ഇന്ത്യ ഐലൻഡ്സ് ആണ് അല്ലെ. പിന്നെ ലാസ്റ്റ് വണ് നമ്മൾ പറഞ്ഞത് എന്താണ്? കോസ്റ്റൽ പ്ലെയിൻസ്. കോസ്റ്റൽ പ്ലെയിൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞത്? ഐലൻഡ്സിന്റെ നമ്മൾ ലക്ഷദ്വീപ്, പിന്നെ ലക്ഷദ്വീപ്, അറേബ്യൻ അല്ല, ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ഐലൻഡ്സ് അല്ലേ.
അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയി ഡിസ്കസ് ചെയ്ത്. ഹിമാലയൻ റേഞ്ചസ്, അതിന്റെ ഹിമാചൽ അല്ലെ, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്, അതിന്റെ ടൈപ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പെൻസില പ്ലാറ്റു ആകുമ്പോൾ അതിന്റെ ടൈപ്സ്, സെൻട്രൽ ഹൈലാൻഡ്സ്, ഡെക്കാൻ പ്ലാറ്റു, ഇന്ത്യൻ ഡെസേർട്ടിന്റെ നമ്മൾ പറഞ്ഞു അല്ലെ, ഇറ്റ് ഈസ് ലോ വെജിറ്റേഷൻ ആൻഡ് സാൻഡ് ഡ്യൂൺസ്, ലോ വെജിറ്റേഷൻ. പിന്നെ അവിടെ ഉള്ള ഒരു റിവറിന്റെയും പറഞ്ഞു അല്ലെ, ഒരു റിവർ മാത്രമേ അവിടെ ഉള്ളൂ. ആ റിവറിന്റെ നെയിം നോക്കി വെക്കുക. ഐലൻഡ്സ് ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ഐലാൻഡ്, പിന്നെ കോസ്റ്റൽ പ്ലെയിൻസിന്റെ ഫീച്ചേഴ്സ് ഒക്കെ. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതിന്റെ കാര്യങ്ങൾ ഒരു 5 points എങ്കിലും ഈച്ച് ടേംസിന്റെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യയിൽ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. താങ്ക് യു.